ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹിമാലയൻ 450ൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. ഇത് ആക്ച്വലി എൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 4 മാസത്തോളമായി. 7000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്കുണ്ടായ നെഗറ്റീവ്സും പോസിറ്റീവ്സും ആണ് ഞാൻ ഇന്ന് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു ഹിമാലയൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇത് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ നമുക്ക് ഈ ഡിസൈനെ പറ്റി സംസാരിക്കാം. ഓവറോൾ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ ഹിമാലയൻ 411 അപേക്ഷിച്ച് 450ലേക്ക് വന്നപ്പോൾ വളരെ വലിയ മാറ്റമാണ് റോയൽ എൻഫീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. കാരണം കുറച്ചും കൂടി ഒരു ബൾക്കായിട്ടുള്ള ഡിസൈനാക്കി, ടാങ്ക് ആണെങ്കിലും എല്ലാം രീതിയിലും പഴയ ഹിമാലയനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി ഇത് നമ്മൾ ആദ്യം കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പക്ഷേ കണ്ട് നമ്മൾ ഈ വണ്ടി ഇഷ്ടപ്പെട്ട് തുടങ്ങും. ഞാനും അങ്ങനെ ഒരാളായിരുന്നു. ആദ്യം എനിക്ക് ഈ വണ്ടി ഒട്ടും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇതൊരു എക്സ്പൾസിന് ഊതി വീർപ്പിച്ച രീതിയിലുള്ളൊരു ഡിസൈനായിട്ടാണ് എനിക്ക് ആദ്യം തോന്നിയത്. പക്ഷെ പിന്നീട് ഇത് കണ്ട് എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ പണ്ട് ഹിമാലയയിൽ കണ്ടുവന്നിരുന്നത് കുറച്ചും കൂടി ഒരു ബോക്സി ഡിസൈനാണ്, ഒതുങ്ങിയൊരു ഡിസൈനായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ അവർ കുറച്ചും കൂടി വളരെ വലിയൊരു ഡിസൈനിലേക്ക് മാറ്റി. ഇതിൻ്റെ വലിപ്പത്തെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന അത്യാവശ്യം റോഡ് പ്രസൻസ് കിട്ടുന്നൊരു അത്രയും വലിപ്പമുള്ളൊരു വണ്ടി തന്നെയാണ്. ഇതിൻ്റെ വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 1510 ഇതിൻ്റെ വീൽ ബേസ്. അത് ആക്ച്വലി ഒരു ചെറിയ വീൽ ബേസ് അല്ല, നല്ല വലിയ വലിപ്പമുള്ളൊരു വണ്ടി തന്നെയാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് അത്. പിന്നെ മുന്നിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് സസ്പെൻഷനെ പറ്റിയിട്ടാണ്. സസ്പെൻഷൻ ഷോവയുടെ സസ്പെൻഷനാണ്. ഭയങ്കര രസമാണ് ഈ വണ്ടി. സസ്പെൻഷൻ ഓൺ റോഡ് ആണെങ്കിലും ഓഫ് റോഡ് ആണെങ്കിലും ഭയങ്കര രസമാണ്. ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. പറയാവുന്ന ഏറ്റവും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഹെഡ്ലൈറ്റാണ്. വളരെ മോശം ഹെഡ്ലൈറ്റാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഹെഡ്ലൈറ്റ് എന്ന് മനസ്സിലായില്ല. കാരണം ക്ലോസ് ടു 4 lakh, അതായത് ഒരു 3,80,000 അടുത്ത് വാങ്ങുന്ന ഈ വണ്ടിക്ക് അത്രയും മോശം ഹെഡ്ലൈറ്റാണ് റോയൽ എൻഫീൽഡ് നൽകിയിട്ടുള്ളത്. സോ അത് വളരെ നെഗറ്റീവാണ്. നമ്മളെന്തായാലും ഒരു ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ് മേടിച്ച് വെക്കേണ്ട അവസ്ഥയാണ്. അത്രയും വിസിബിലിറ്റി കുറഞ്ഞൊരു ഹെഡ്ലൈറ്റാണ് റോയൽ എൻഫീൽഡ് ഈ വണ്ടിക്ക് നൽകിയിട്ടുള്ളത്. വിൻസ്ക്രീനെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ ഹൈ സ്പീഡിലാണെങ്കിൽ നമുക്ക് തരുന്നുണ്ട്. ഒരു ഹൈ ലെവൽ പ്രൊട്ടക്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ഈ വിൻസ്ക്രീൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ക്രാഷ് ബാർസ് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സേഫ്റ്റി, ഭയങ്കര സോളിഡായിട്ട് നമുക്കിപ്പോൾ പിടിച്ചു നോക്കുമ്പോൾ തന്നെ തോന്നുന്നു നല്ല സോളിഡായിട്ടുള്ള ക്രാഷ് ബാർസാണ്. അത് ടാങ്കിൽ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതിന് ആക്ച്വലി മറ്റൊരു ക്രാഷ് ഗാർഡ് വരുന്നില്ല, ഈ ഒരു പ്രൊട്ടക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ആക്ച്വലി ഇത് തന്നെ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറിഞ്ഞ് വീണാലും ആദ്യം ഇത് തട്ടുള്ളൂ. ടാങ്കിൽ യാതൊരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ടയേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ 21 ഇഞ്ചിൻ്റെ വലിയ ടയേഴ്സാണ് വന്നിട്ടുള്ളത്. അത് അലോയ് ഒന്നല്ല, സ്പോക്ക് വീൽസാണ്. പിന്നെ ടയർ ആക്ച്വലി ട്യൂബ്ലെസ് അല്ല, ട്യൂബ് ടയേഴ്സാണ്. സീറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഏറ്റവും മികച്ച സീറ്റ് തന്നെയാണ്. നമ്മൾ ഹിമാലയൻ 411 നല്ലൊരു സീറ്റിംഗ് കംഫർട്ട് തന്നെ ഉണ്ടായിരുന്നു. അത് റൈഡറിനാണെങ്കിലും പില്ലിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ 450ലേക്ക് വന്നപ്പോഴും സീറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അത്യാവശ്യം മികച്ച ഏറ്റവും കംഫർട്ട് കിട്ടുന്ന സീറ്റ് തന്നെയാണ്. രണ്ടിനും സ്പ്ലിറ്റ് സീറ്റാണ്. നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള കംഫർട്ട് തന്നെ സീറ്റിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. എക്സോസ്റ്റ് ആണെങ്കിൽ പണ്ടത്തെ ഹിമാലയൻ 411 വന്നിരുന്നത് കുറച്ചും കൂടി ഒരു വലിയ എക്സോസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെ ഒതുക്കി ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സ്ലീക്കായിട്ടുള്ള എക്സോസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് കാണാൻ നല്ല രസമുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഇരിക്കുന്നത്, ഭയങ്കര ചെറുതായിട്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ അതിൻ്റെ ഒരു എക്സോസ് സൗണ്ട് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കുറേ വണ്ടികളുണ്ട്. അത്യാവശ്യം ലൗഡായിട്ടുള്ള സൗണ്ട് തന്നെയാണ്. പിന്നെ ടെയിൽ സെക്ഷനിലേക്ക് വരുമ്പോൾ ആദ്യമേ നമ്മൾ നോക്കുമ്പോൾ മിസ്സിങ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ടെയിൽ ലൈറ്റാണ്. പക്ഷെ അത് മനോഹരമായിട്ട് ഇൻഡിക്കേറ്ററിൽ തന്നെ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്ററും ടെയിൽ ലൈറ്റും എല്ലാം അതിൽ തന്നെയാണ്. അത് നല്ല രസമുണ്ട്. എനിക്ക് പേഴ്സണലി ഫേവറേറ്റായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് അത്. കാരണം ഈ ഒരു ടെയിൽ ലൈറ്റ് ഇവിടെയും നടുക്കൊരു ഇൻഡിക്കേറ്റർ രീതിയിലും അവർ കറക്റ്റായിട്ട് അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട് ആക്ച്വലി. പിന്നിലോട്ട് വരുമ്പോൾ ടയേഴ്സ് ആണെങ്കിൽ 17 ഇഞ്ച് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. അത് ഫ്രണ്ട് ആണെങ്കിലും ബാക്ക് ആണെങ്കിലും ടയേഴ്സ് ഓൺ റോഡും ഓഫ് റോഡും ഒരേപോലത്തെ ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ ടാങ്കാണ് ഈ വണ്ടിക്കുള്ളത്. 70 ലിറ്റർ ഫുൾ ഫ്യൂൽ കപ്പാസിറ്റി ഉണ്ട്. സോ അപ്പോൾ നമ്മളൊരു ലോങ് ഡ്രൈവിലൊക്കെ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അത് ഇത്രയും കപ്പാസിറ്റി ഉള്ള ഇത്രയും ഫ്യൂവൽ നമുക്ക് അതിൽ കൊള്ളും എന്നുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല യൂസ്ഫുള്ളാണത്. പിന്നെ ഇതിൻ്റെ സ്വിച്ചസിലേക്ക് വരുമ്പോൾ ബേസിക് സ്വിച്ചുകളാണ്. ഇത് ഹൈ ബീം, ലോ ബീം, പാസ്സാണത്. പിന്നെ ഒരു ഹോം ബട്ടൺ ഉണ്ട് ഇവിടെ. പിന്നെ ഇൻഡിക്കേറ്റർ, ഹോൺ. പിന്നെ ഇതൊരു ജോയ്സ്റ്റിക്കാണ്. ഇത് ആക്ച്വലി മീറ്ററിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഒരു ജോയ്സ്റ്റിക്കാണ്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എൻജിൻ കിൽ സ്വിച്ച്, സ്റ്റാർട്ട് ബട്ടൺ, പിന്നെ ഒരു ഹസാർഡിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു മോഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു ബട്ടണുണ്ട് ഇതിൽ.
പിന്നെ ഈ വണ്ടിക്ക് മെയിനായിട്ട് 4 മോഡുകളാണ് വരുന്നത്. ഒന്ന് പെർഫോമൻസ് മോഡ് ABS ഓൺ, പെർഫോമൻസ് മോഡ് ABS ഓഫ്, പിന്നെ ഈക്കോ മോഡിൽ തന്നെ ABS ഓണും ഉണ്ട്, ABS ഓഫും ഉണ്ട്. അങ്ങനെ 4 മോഡലാണ് മെയിനായിട്ട് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. പിന്നെ മീറ്ററിനെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള മീറ്ററാണ്. എല്ലാ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഉണ്ട്. പിന്നെ ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളത് ഈ ജോയിസ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ജോയിസ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതിലെല്ലാ കാര്യങ്ങളും മാറ്റുന്നത്. ട്രിപ്പ് 1 ട്രിപ്പ് 2 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റുന്നത് ഈ ജോയിസ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ടൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പ് കണക്ടിവിറ്റിയാണ്. അത് നമ്മുടെ മൊബൈലിൽ മിറർ ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അത് ആക്ച്വലി അതിന് കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മൊബൈൽ നമ്മളെപ്പോഴും സ്ക്രീൻ ഓണാക്കി വെക്കണം. അത് ഞാൻ ഓടിക്കുമ്പോൾ കാണിച്ചു തരാം. ഓടിക്കുമ്പോൾ ഞാനത് മൊബൈൽ കാസ്റ്റ് ചെയ്തിട്ട് മിറർ കാസ്റ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അതിലൊരു ഇഷ്യൂ വരുന്നത് കുറേ പേര് അതിൽ ഇഷ്യൂ പറയുന്നത് കേട്ടോ. അത് ഞാൻ എന്താണെന്നുള്ളത് ഓടിക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇത് ആക്ച്വലി ഇതിലൊരു ഓട്ടോ ബ്രൈറ്റ്നസ് ആണ്. അതായത് നമ്മൾ ഈ രാത്രിയാണെങ്കിൽ ഇത് ആക്ച്വലി ബ്ലാക്ക് കളറാവും. ഇപ്പോൾ മോർണിംഗ് ഈ ഒരു അതായത് സൺലൈറ്റ് ഉള്ള സമയത്ത് ഇത് വൈറ്റ് ആയിരിക്കും. പിന്നെ കുറച്ചും കൂടി ഒരു ഇരുട്ട് സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൈറ്റ്നസ് ഡിമ്മാവുകയും ബ്രൈറ്റ്നസ് കൂടുകയും ചെയ്യുന്നുണ്ട്. അതൊരു ഇതിൻ്റെ ഫീച്ചറാണ്. ആദ്യം ഞാൻ കരുതിയത് ഇതൊരു കംപ്ലൈൻ്റ് ആണെന്നാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മങ്ങും, ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഇതാവും. പിന്നീട് അത് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ ആക്ച്വലി ഇത് കുറച്ച് മങ്ങിയിരിക്കുകയാണ്. കുറച്ചും കൂടി അത് വെയിലത്തേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് ബ്രൈറ്റ് ആയിട്ട് വരും. രാത്രി ഒട്ടും വെട്ടില്ല സമയത്ത് ഈ സ്ക്രീൻ ഫുൾ ബ്ലാക്ക് ആവും. പിന്നെ അവസാനത്തേക്ക് വെച്ചൊരു കാര്യമാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ. 452cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. റോയൽ എൻഫീൽഡ് ഇതിനെ ഷെർപ്പ എഞ്ചിൻ എന്നാണ് വിളിക്കുന്നത്. ഈ വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ വണ്ടി ആക്ച്വലി റോയൽ എൻഫീൽഡ് മെയ്ഡ് ആണോന്ന്. കാരണം ഈ വണ്ടിയുടെ പവറും ഇനീഷ്യൽ പുള്ളൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. അതായത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു വണ്ടിയാണ് ഓടിക്കുന്നതെന്ന് നമുക്ക് തോന്നില്ല. കാരണം എനിക്ക് തന്നെ അങ്ങനെ തോന്നിയിട്ടുണ്ട് പേഴ്സണലി. കാരണം നമ്മൾ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന ഒരു പവറും ഒരു കോൺഫിഡൻസ് ഒക്കെ ഒരു റോയൽ എൻഫീൽഡ് വണ്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല. അത്രയൊക്കെ ഉള്ളൂ. ബാക്കി നമുക്ക് ഓടിച്ചിട്ട് സംസാരിക്കാം. പിന്നെ എല്ലാ റോയൽ എൻഫീൽഡ് ബൈക്ക് പോലെ ഈ വണ്ടിയിലും വൈബ്രേഷൻസ് ഉണ്ട്. അതില്ലാന്ന് ഒരിക്കലും ചിന്തിക്കരുത്. മിററിലാണെങ്കിലും ഹാൻഡിൽ ബാറിലാണെങ്കിലും ഫുഡ് പെഗിലാണെങ്കിലും ഇനിയിപ്പോൾ സീറ്റിലാണെങ്കിലും എല്ലായിടത്തും ചെറിയ ചെറിയ വൈബ്രേഷനുകളുണ്ട്. വൈബ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഫുഡ് പെഗിൽ ഇവിടെയൊക്കെ ചെറിയ റബ്ബർ ബുഷൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വൈബ്രേഷൻ. ഹാൻഡിലാണെങ്കിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വൈബ്രേഷൻ ഉണ്ട്. ഈ ഒരു സ്പീഡിൽ അല്ലെങ്കിൽ ഈ ഒരു RPM പോകുമ്പോൾ കുഴപ്പമില്ല. മിററിൽ അത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഒരു 4000 RPM മുകളിൽ പോകുമ്പോഴാണ്. 4000 RPM മുകളിലേക്ക് വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് മിററൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വൈബ്രേഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഹാൻഡിലാണെങ്കിലും ഫുഡ് പാക്കിലാണെങ്കിലും നമുക്കൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള മറ്റ് റോയൽ എൻഫീൽഡ് ബൈക്കുകളെ പോലെ നമ്മളങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വൈബ്രേഷനൊന്നുമില്ല. എന്നാലും വൈബ്രേഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ആക്ച്വലി ഞാൻ നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. ഈ വണ്ടിയുടെ സ്റ്റാൻഡിങ് ആക്ച്വലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡാണ്. കാരണം ഇത്രയും വെയിറ്റ് ഉള്ളൊരു വണ്ടി, അതിനെ താങ്ങാൻ വേണ്ടി ഇത്ര സ്ട്രോങ് ആയിട്ടൊരു സ്റ്റാൻഡ് വേണം. കൊണ്ട് നടക്കുമ്പോൾ കാലൊക്കെ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പോൾ നമുക്ക് ആ കാലിൽ വേദന എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡാണ്. കാരണം ഇപ്പോൾ എൻ്റെ തന്നെ 1-2 തവണ തട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വളരെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള സ്റ്റാൻഡാണ്. നമ്മളിപ്പോൾ കയറി നിന്ന വണ്ടി സ്റ്റാൻഡിലാണെങ്കിലും കയറി നിന്നാലൊന്നും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. 4 മോഡാണുള്ളത്. ഈക്കോ മോഡിൽ ABS ഓണുണ്ട്, ഓഫും ഉണ്ട്. അതേപോലെ പെർഫോമൻസ് മോഡിലും ABS ഓൺ ആൻഡ് ഓഫ് ഉണ്ട്. സോ ഈക്കോ മോഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വണ്ടി സൈലൻ്റ് ആക്കി നിർത്തി, അല്ലെങ്കിൽ കുറച്ചും കൂടി പവർ കുറച്ച് വലിച്ചു വെച്ച് നമ്മൾ ആ ഒരു എന്താ പറയുക കൈ കൊടുക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടില്ല, പയ്യെ വണ്ടി കയറുള്ളൂ. പക്ഷേ പെർഫോമൻസ് മോഡ് എന്ന് പറയുന്നത് തൊട്ടാ പവർ അങ്ങനത്തെ രീതിയിലാണ്. വണ്ടി കൊടുത്താൽ അപ്പം തന്നെ നല്ല രീതിയിൽ നമുക്ക് അങ്ങോട്ട് വണ്ടി കയറി പോകും. അത്രയും പവർ പെർഫോമൻസ് മോഡിലുണ്ട്. പിന്നെ എനിക്ക് മെയിൻലി പറയാനുള്ള ഈ വണ്ടിയുടെ ബ്രേക്കിനെ പറ്റിയിട്ടാണ്. അതായത് എവിടെ തൊട്ടാലും ബ്രേക്ക് എന്ന് പറയുന്ന പോലെയാണ്. എവിടെ തൊട്ടാലും ഈ വണ്ടിക്ക് പവറുമാണ്, എവിടെ തൊട്ടാലും ബ്രേക്കാണെന്ന് പറയുന്ന പോലെയാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെയർ ബ്രേക്ക് ആണെങ്കിലും ഫ്രണ്ട് ബ്രേക്ക് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തിരി അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ ക്രൂസ് ചെയ്യുമ്പോഴും പെട്ടെന്നൊരു എമർജൻസി ബ്രേക്കിംഗ് സിറ്റുവേഷൻ വന്നാലും നമുക്ക് അത്യാവശ്യം അതായത് കോൺഫിഡൻസ് ഉണ്ട്, വണ്ടി നിൽക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. സസ്പെൻഷൻ്റെ കാര്യം പറയാനാണെങ്കിലും സസ്പെൻഷൻ നമുക്ക് അത്യാവശ്യം വണ്ടി ഓടിക്കുമ്പോൾ ഓൺ റോഡാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു കംഫർട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും നമ്മളിപ്പോൾ അത്യാവശ്യം ബാക്ക് പെയിനൊക്കെ ഉള്ള ഒരാൾക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റും, നീണ്ടു നിവർന്നിരിക്കാൻ പറ്റും. സോ സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും എല്ലാം നമുക്ക് നല്ലൊരു രീതിയിലുള്ളൊരു കംഫർട്ട് തരുന്നുണ്ട്. പിന്നെ പണ്ടത്തെ ഒരു ഹിമാലയനെ അപേക്ഷിച്ച് കുറച്ചും കൂടി പണ്ടത്തെ ഹിമാലയൻ കുറച്ചും കൂടി ഒരു എന്താ പറയുക നമ്മൾ വണ്ടി
കുറച്ചുകൂടി കുഴിഞ്ഞിരിക്കുമായിരുന്നു. സീറ്റ് കുറച്ചുകൂടി താഴ്ചയിലായിരുന്നു. സോ ഒരു കാറിലൊക്കെ ബക്കറ്റ് സീറ്റിലിരിക്കുന്ന പോലെ കുറച്ചുകൂടി താഴ്ചയിലിരിക്കുന്ന ഒരു ഫീലായിരുന്നു 411 ഉണ്ടായിരുന്നത്. 450 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വണ്ടിയുടെ പൊക്കത്ത് മുകളിൽ കയറിയിരുന്ന് ഓടിക്കുന്ന ഫീലാണ്. പിന്നെ ഈ വണ്ടിയുടെ എഞ്ചിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും ഇത് ഒരു റോയൽ എൻഫീൽഡ് ബൈക്കാണെന്ന്. കാരണം അത്രയും പവറുണ്ട്. പക്ഷെ അതെനിക്കിവിടെ കാണിക്കാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ ഓടിക്കുന്ന ഒരു കേരളത്തിലെ റോഡിലാണ്. ഇവിടെ ഇതിൻ്റെതായ റൂൾസ് ഉണ്ട്. സോ നമ്മൾ ആ റൂൾസ് മെയിൻ നോക്കിയിട്ട് തന്നെ വണ്ടി ഓടിക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി ഒരു സ്പീഡ് എടുത്ത് കാണിക്കുന്നില്ല. പക്ഷെ ഞാൻ കേരളത്തിന് പുറത്ത് ഇത് പോയപ്പോൾ അത്യാവശ്യം ഒരു നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒരു 140 സിമ്പിളായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് ഈ എഞ്ചിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു 140 കിലോമീറ്ററിൽ റോയൽ എൻഫീൽഡ് ബൈക്കിൽ ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് ഞാനൊരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം ഇത്രയും കംഫർട്ടോടെ, ഇത്രയും എന്താ പറയുക, നമുക്കൊരു വണ്ടി ഒട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല എന്നുള്ള കോൺഫിഡൻസോടെ നമുക്ക് അത്രയും സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. 140 എന്നൊക്കെ പറയുന്നത് ഈ വണ്ടിയെ സംബന്ധിച്ച് ഭയങ്കര സിമ്പിളായിട്ടുള്ള സ്പീഡാണ്. അത്രയും സ്പീഡിൽ നമുക്ക് ക്രൂസ് ചെയ്യാന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള സ്പീഡാണ്. 140 ആണെങ്കിലും 160 ഒക്കെ സിമ്പിളായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് വണ്ടി. 160, 165 ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു 170 വരെ പോകുന്നു തോന്നുന്നു. ഞാൻ 140, 145 വരെ ഞാൻ ഈ വണ്ടി എടുത്തിട്ടുള്ളൂ. അതും അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പീഡ് തന്നെയാണ്. ഒരിക്കലും ഒരു എന്താ പറയുക നമ്മുടെ കയ്യിൽ നിന്ന് പോകും അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലായ്മ അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല. ചെറിയൊരു ബ്ലോക്കിൽ കൂടെയൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു എന്താ പറയുക ഇത്രയും വലിയ വീൽ ബേസ് ഉള്ള വണ്ടിയാണ്, വെയിറ്റ് ഉള്ള വണ്ടിയാണെന്നുള്ളൊരു ഇഷ്യൂ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു വെയിറ്റ് ആയിട്ട് തോന്നുന്നില്ല. പിന്നെ യു ടേൺ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ എവിടെ ഒരു വണ്ടി ഓഫായി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു യു ടേൺ എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോയി കഴിഞ്ഞാൽ അതൊരു പെട്ടെന്നൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല. കാരണം പെട്ടെന്നൊരു പവർ കട്ട് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പെട്ടെന്ന് താങ്ങി നിർത്താൻ പറ്റില്ല. പക്ഷെ അല്ലാതെ വണ്ടി ഓണാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര സിമ്പിളായിട്ട് തന്നെ എടുക്കാമെന്നുള്ളൂ. ഒരുപാട് വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇച്ചിരി കൂടി ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിന് ആക്ച്വലി 2 സീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നൊരു സീറ്റാണ്. ഒരു ചെറിയൊരു ബുഷ് ഉണ്ട്. ആ ബുഷ് ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സീറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ജോയ്സ്റ്റിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ നേരത്തെ പറയാൻ പറ്റിയ ഒരു കാര്യമാണ്. ഈ ജോയ്സ്റ്റിക്ക് ഇടയ്ക്ക് പല ഓണേഴ്സിന് അത് കംപ്ലൈൻ്റ് ആവുന്നുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. എനിക്ക് തോന്നുന്നു വെള്ളം കയറി അല്ലെങ്കിൽ മഴ കൊണ്ടിട്ടുള്ള ഇഷ്യൂ ആയിരിക്കും. പക്ഷേ എനിക്കും അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഓക്കെ ആയിരുന്നു, അപ്പ് ആൻഡ് ഡൗൺ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാനത് എൻ്റെ സെക്കൻഡ് സർവീസിൽ ഞാനത് പറയുകയും ചെയ്തിരുന്നു അവിടെ ഷോറൂമിൽ. അവരെന്നോട് പറഞ്ഞത് അതിൻ്റെ പാർട്സ് വന്നിട്ട് അത് റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. വാറൻറ്റി ഉള്ളതാണ്, പാർട്സ് വരുമ്പോൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വണ്ടി സർവീസ് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തു. എനിക്ക് ആ കംപ്ലയിൻ്റ് ആക്ച്വലി വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മാറി. ഈ മീറ്ററിലൊരു അഡീഷണൽ ഫീച്ചർ ഉണ്ട്, ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ഫീച്ചർ ഉണ്ടെന്ന്. അത് ആക്ച്വലി സ്ക്രീൻ മിററിംഗ് ആണ്. നമ്മുടെ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ക്രീൻ, അതായത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു മോഡ് സ്വിച്ചിൽ നമുക്ക് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീൻ നമുക്ക് അനലോഗായി മാറും. അതായത് അനലോഗിൽ നിന്ന് ഡിജിറ്റൽ മീറ്ററിലേക്ക് മാറും. ഈ ഒരു പോർഷനിലാണ് നമുക്ക് ആ ഒരു ഗൂഗിൾ മാപ്പ് വിസിബിൾ ആവുക. പിന്നെ അതിലെല്ലാം കുറേ പേര് അതിലൊരു നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു നെഗറ്റീവ് തന്നെയാണ്. കാരണം നമ്മുടെ ഫോൺ യൂസ് ചെയ്തിട്ട് ഫോണിൽ റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ക്രീൻ മിററിങ് നടത്തുക. അപ്പോൾ നമ്മുടെ ഫോൺ എപ്പോഴും ഓണായിരിക്കുക, സ്ക്രീൻ എപ്പോഴും ഓണായിട്ടിരിക്കണം. അപ്പോൾ നമുക്കൊരു ബാറ്ററി ഡ്രെയിൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ അതിനൊരു സൊല്യൂഷൻ ഈ വണ്ടിയിൽ തന്നെ ഉണ്ട്. ഇതിനൊരു ചാർജിങ് പോർട്ട് ഉണ്ട്. ഇവിടെ ഒരു C ടൈപ്പ് ചാർജിങ് പോർട്ട് ഉണ്ട്. നമുക്കിത് ഉപയോഗിച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഫോണൊക്കെ ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഈ ഒരു ഫീച്ചർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളിപ്പോൾ ഒരു അറിയാത്ത സ്ഥലത്ത് സമയമില്ലാത്ത സമയത്ത് പോകുമ്പോൾ നമ്മുടെ ഫോൺ ഇതിൽ മൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഐഫോൺ പോലുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം ഫോണുകളൊക്കെ ഇതിൽ യൂസ് ചെയ്യുമ്പോൾ അതിൽ ക്യാമറ സെൻസർ അടിച്ചു പോകുക, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. സോ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് എടുക്കാൻ പറ്റില്ല. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയണത് ആരോടെങ്കിലും ചോദിച്ചു പോകാമെന്നാണ്. പക്ഷെ അപ്പോഴും സമയമില്ലാത്ത സമയത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നിർത്തി ഓരോരുത്തരോടൊക്കെ ചോദിക്കുക എന്ന് പറയുമ്പോൾ അതും നമുക്ക് കുറച്ച് ടൈം വേസ്റ്റിംഗ് ആണ്. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ഫീച്ചറാണ്. കാരണം നമ്മുടെ കൺമുന്നിൽ തന്നെ ഗൂഗിൾ മാപ്പ് പോലുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതിൽ നോക്കി ഓടിക്കാവുന്നതുള്ളൂ. ഇതാണ് ആക്ച്വലി ആ റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ്. ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ളത്. ഇതിലൊരു നാവിഗേഷൻ ബട്ടൺ ഉണ്ട്. നാവിഗേഷൻ ബട്ടണിൽ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അവിടെയും കണക്റ്റ് ആയിട്ടുണ്ട്.
നമുക്കത് അവിടെയും കാണിക്കും. നമുക്ക് കോളൊക്കെ വരുമ്പോൾ അതിൽ ഓൾറെഡി ഇത് കാണിക്കും. ഇപ്പോൾ എനിക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് അതിലിവിടെ കോൾ വരുന്നുണ്ട്. അത് കോൾ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിലുണ്ട്. അതേപോലെ മ്യൂസിക് ആണെങ്കിലും മ്യൂസിക് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഹെഡ്ഫോണൊക്കെ വെച്ച് പാട്ട് കേൾക്കുകയാണെങ്കിൽ അതും കട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇനി ബാക്ക് അടിക്കുക. നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു മാപ്പ് വന്നിട്ടുണ്ട്. ഈ മാപ്പിൽ നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ അടിച്ചു കൊടുക്കുക. ഹൈക്കോർട്ട് തന്നെ പോകാം, ഹൈക്കോർട്ട് കൊച്ചി. ഗെറ്റ് ഡയറക്ഷൻ കൊടുക്കുക. സ്റ്റാർട്ട് നാവിഗേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അത് അതിൽ വരും. ഉണ്ട് ഇപ്പം അങ്ങനെ ഒരു സ്ക്രീൻ നമുക്കിതിൽ വരുന്നുണ്ട്. ഇനി നമുക്കത് നോക്കി പോയാൽ മതി. പക്ഷേ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു അതായത് ഇങ്ങനെ ഒരു ലോക്ക്, അതായത് ആ ആപ്പിൻ്റെ തന്നെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് ഇത് വേറെ ഒന്നും വരില്ല. പക്ഷെ ബാക്ക് അടിച്ചാൽ ബാക്ക് പോവും. പക്ഷെ ഇതല്ലാതെ വേറെ ഇഷ്യൂസൊന്നും വരില്ല. നമുക്ക് ഇങ്ങനെ തന്നെ സ്ക്രീൻ ഓൺ ആക്കിയിട്ട് പോക്കല്ലിടേണ്ടി വരും. ഇങ്ങനെ പോക്കല്ലിട്ട് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം. അത് ആക്ച്വലി ലോക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് പോവും. പിന്നെ ഈ ഒരു ടേൺ ടു ടേൺ നാവിഗേഷൻ മാത്രമേ കാണിക്കുള്ളൂ. ഈ ഒരു ടേൺ ടു ടേൺ നാവിഗേഷൻ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഫോൺ ലോക്ക് ആയാലും അത് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഈ ഒരു ആക്ച്വൽ ഗൂഗിൾ മാപ്പ് നമുക്ക് ഫോൺ സ്ക്രീൻ ഓൺ ആയിരുന്നാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ വണ്ടി നോക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ചെറിയ ചെറിയ കംപ്ലയിൻറ്റുകൾ എന്തായാലും ഈ വണ്ടിക്ക് ഉണ്ടാവും. കാരണം റോയൽ എൻഫീൽഡ് ആദ്യമായിട്ട് ഇറക്കിയ വണ്ടികളൊന്നാണത്. മീൻസ് ഹിമാലയൻ 450 ആദ്യത്തെ വേർഷനാണത്. അപ്പോൾ ഈ വണ്ടിയിൽ നിന്നുള്ള കംപ്ലയിൻറ്റുകൾ അവർ പഠിച്ചിട്ട് നെക്സ്റ്റ് ഒരു വേർഷൻ ഇറക്കുമ്പോൾ കംപ്ലയിൻറ്റുകളെല്ലാം തിരുത്തിയിട്ടായിരിക്കും അവർ ഇറക്കുക. സോ ആദ്യമേ അതായത് ചെറിയ ചെറിയ കംപ്ലയിൻറ്റുകൾ ഉണ്ടാവും. അതെനിക്ക് ഓക്കെയാണ്, എനിക്ക് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി അതൊക്കെ മാറ്റാൻ പറ്റും എന്നുള്ളവർക്ക് ഓക്കെയാണ് ഈ വണ്ടി. അതല്ല ഈ വണ്ടി എനിക്ക് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവരുത്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സർവീസ് സെൻറ്ററിൽ പോകാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് വേർഷൻ ഇറങ്ങുമ്പോൾ മീൻസ് ഈ വണ്ടിയുടെ കംപ്ലയിൻസ് ഒക്കെ മാറ്റി റിക്കവർ ചെയ്ത് ഇറക്കുന്ന സമയത്ത് വണ്ടി എടുക്കുക. ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 25 to 28 ഒക്കെയാണ് എനിക്ക് നോർമലി കിട്ടുന്നത്. പിന്നെ നമ്മൾ ഹൈവേയിലൊക്കെ ഒരു 80 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുമ്പോൾ ക്രൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 30-32 വരെയൊക്കെ കിട്ടുന്നുണ്ട്. ചിലർക്ക് 35 വരെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിതുവരെ ആ ഒരു റേഞ്ചിലേക്ക് കിട്ടിയിട്ടില്ല. 32 ഒക്കെ മാക്സിമം കിട്ടുന്നുണ്ട്. അത് ഈ വണ്ടിയെ സംബന്ധിച്ചും ഈ വണ്ടിയുടെ പവറിനെയൊക്കെ സംബന്ധിച്ച് എനിക്കതൊരു കുറവായിട്ടൊന്നും തോന്നുന്നില്ല. വണ്ടിയുടെ ഹീറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹീറ്റിംഗ് ഉണ്ട്. പിന്നെ അതെനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നൊരു കാര്യം തന്നെയാണത്. ഈ കാലിൻ്റെ ഈ ഭാഗത്താണെങ്കിലും റൈറ്റ് സൈഡിലാണെങ്കിലും നല്ല രീതിയിലുള്ള ഹീറ്റിംഗ് ഉണ്ട്. അത് നമ്മളൊരു ലോങ് ഡ്രൈവ് പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുക. നമുക്കൊരു ഷോർട്ട്സ് ഇട്ടിട്ടോ സ്ലിപ്പർ ഇട്ടിട്ടോ ഒന്നും വണ്ടി ഓടിക്കാൻ പറ്റുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹീറ്റിംഗ് ഉണ്ട്. ഷോർട്ട്സ് ഒക്കെ ഇട്ടാണ് പോകുന്നതെങ്കിൽ കാല് അൽഫാമാകുന്ന രീതിയിലുള്ള ഹീറ്റിംഗ് ഉണ്ട്. സോ അത്രയൊക്കെ ഉള്ളപ്പോൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി എന്തെങ്കിലും അറിയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ചെയ്താം. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.